ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമയായ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് ആണ്. ഈ ഫിലിമിൻ്റെ റിലീസിന് മുൻപ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ മലയാളികൾക്കിടയിൽ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമയ്ക്കൊരു നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ ഫിലിം ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലും ഒക്കെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഈ ഫിലിമിന്. അതിൻ്റെ കാരണം ചിലപ്പോൾ ഈ 90s കിഡ്സ് കൂടുതലും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഹൊറർ സിനിമകളിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമകളും കാണും. എനിക്ക് പേഴ്സണലി ഈ പ്രേതം അല്ലെങ്കിൽ ഈ സൈറ്റൻ അല്ലെങ്കിൽ ഈ സ്ലാഷർ സിനിമകളൊന്നും അത്ര പേടി വരാറില്ല. പക്ഷേ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമകൾ ഒരല്പം ആങ്സൈറ്റി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാനും ഒരല്പം പേടിയുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസിൻ്റെ ഒരു പ്ലോട്ടിലേക്ക് വന്നാൽ, സ്റ്റെഫാനി എന്ന പെൺകുട്ടിയാണ് ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ. പുള്ളിക്കാരിക്ക് തുടർച്ചയായിട്ട് ചില നൈറ്റ്മെയർസ് ഉണ്ടാകുന്നുണ്ട്. ആ ഉണ്ടാകുന്ന സ്വപ്നങ്ങളുടെ പുറകിലെ രഹസ്യം തേടി അവൾ പോകുമ്പോൾ അവൾ ചെന്നെത്തുന്നത് അവളുടെ ഫാമിലി ഹിസ്റ്ററിയിലേക്ക് തന്നെയാണ്. ഈ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോടൊപ്പം വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ അവളുടെ ഫാമിലി മെമ്പേഴ്സ് മരിക്കാൻ ചാൻസ് ഉണ്ടെന്നും മനസ്സിലാക്കുന്നു. എന്താണ് ഈ മിസ്റ്ററി എന്നും എങ്ങനെ അവളുടെ ഫാമിലി മെമ്പേഴ്സിനെ അവൾ രക്ഷിക്കാൻ ശ്രമിക്കും എന്നൊക്കെയാണ് ഈ സിനിമയിൽ പിന്നീട് പറയുന്നത്. ഓവറോൾ ഈ സിനിമയുടെ സ്റ്റോറി, അതിൻ്റെ പുറകിലെ ഒരു മിസ്റ്ററി, അതിൻ്റെ ഒരു ബിൽഡപ്പ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ ട്രാജഡീസ് എല്ലാം സംഭവിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു കാരണം എന്താണ്, ആ ഒരു ടെൻഷനോട് കൂടി തന്നെ ഇവിടെ കാണിക്കാൻ കഴിയുന്നുണ്ട്. സോ ഇവിടെ വയലൻസിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കില്ലുകളേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് കഥയും തിരക്കഥയുമാണ്. ഈ സിനിമയുടെ മേക്കേഴ്സ് ചെയ്തൊരു നല്ലൊരു കാര്യം എക്സ്പെക്റ്റേഷൻസ് സബ്വേർട്ട് ചെയ്യുക എന്നതായിരുന്നു. അതായത് ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള പല സീനുകളും അല്ലെങ്കിൽ പല ഡെത്തുകളും അതുപോലെ ഇവിടെ കാണിച്ചിട്ടില്ല. ഇവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് ആ ഒരു സീൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്. സോ നമ്മൾ ഒരു ക്യാരക്ടർ ഇപ്പം മരിക്കുമെന്ന് വിചാരിച്ചാലും ഡെത്ത് അവിടെ സംഭവിക്കില്ല. അത് വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലായിരിക്കും. പ്രധാന റോളിൽ വന്ന കാത്ലീൻ സാന്റാ ജുവാൻ്റെയും പിന്നെ ബ്രെറ്റ് ബേസിംഗറിൻ്റെയും പെർഫോമൻസുകൾ നല്ലതായിരുന്നു. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു അവരുടേത്. തൻ്റെ അവസാനത്തെ റോളിൽ വന്ന ടോണി ടോഡും ചെറിയ സ്ക്രീൻ ടൈമിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇനി നെഗറ്റീവ്സിലേക്ക് വരാം. നെഗറ്റീവ്സാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത്. അൺഇൻറ്റൻഷനലി ഫണ്ണി ഡെത്ത്സ്, അല്ലെങ്കിൽ സീരിയസ് ആയി കാണിക്കാൻ ശ്രമിച്ച് പലപ്പോഴും കോമഡി ആയിട്ട് ഫീൽ ചെയ്ത ഡെത്തുകളായിരുന്നു പലയിടത്തും. അതൊരു വലിയ നെഗറ്റീവായിട്ട് തോന്നി. ഇപ്പോൾ സോ സിനിമകൾ പോലെ തന്നെ ഫൈനൽ ഡെസ്റ്റിനേഷനും ക്രിയേറ്റീവായിട്ടുള്ള ഹൊറർ അല്ലെങ്കിൽ ഡെത്ത് സീനിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളാണ്. പക്ഷേ ഇവിടെ ആ മരണങ്ങൾ അത്ര ക്രിയേറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്ലേസ്മെൻറ്റ് അത്ര ഇമ്പാക്റ്റ് ഉണ്ടെന്ന് തോന്നിയില്ല, അല്ലെങ്കിൽ ആ ഒരു ഭീകരത അത്രയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് തോന്നി. ഒന്ന് രണ്ടിടത്ത് നല്ല ഹെവി ഐറ്റംസ് ഉണ്ട്. ഒരു MRI മെഷീൻ ഇരിക്കുന്ന റൂമിൽ സംഭവിക്കുന്നൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ വൻ ടെററായിരുന്നു. ബട്ട് അതർ ദാൻ ദാറ്റ് ഓവറോൾ ഈ കാര്യത്തിൽ മറ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെയായിരുന്നു. ഈ മരണങ്ങൾ കാണിക്കുമ്പോഴുള്ള സീനുകളിൽ ആ ഒരു VFXും അത്ര പോളിഷ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഈ ഡെത്തുകൾ കുറച്ചുകൂടെ കോമഡി ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറയാം. ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് സിനിമയിലെ ഏറ്റവും മോശം പാർട്ടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഒന്നാമത്, ഒരു ലോജിക്കലായിട്ടുള്ളൊരു പ്രശ്നം ഈ ക്ലൈമാക്സിൻ്റെ ട്വിസ്റ്റിൽ കൊണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ നല്ലൊരു ക്ലിഫ് ഹാങ്ങർ എൻഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടിന് ഒരു തുടക്കമിട്ടുകൊണ്ട് ഒരു എൻഡിങ് കൊടുക്കായിരുന്നു. പകരം വലിയൊരു ട്രാജഡി സീൻ കാണിക്കാൻ ശ്രമിച്ച് അത് കംപ്ലീറ്റായി കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ഒരു കോമഡിയായി മാറിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. സോ ഓവറോൾ പറഞ്ഞാൽ മികച്ചൊരു കഥയും അത് ബിൽഡ് ചെയ്യുന്നൊരു മിസ്റ്ററി ഉണ്ടെങ്കിലും ഈ സിനിമയുടെ ഒരു മോശം മേക്കിംഗ് ഇതിനെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും ഇതൊരു സ്കേറി മൂവി പോലത്തെ സ്പൂഫ് സിനിമയുടെ ലെവലിലേക്ക് എത്തുന്ന പോലെ തോന്നി. എന്തായാലും ഈ സിനിമയുടെ റോട്ടൻ ടൊമാറ്റോ സ്കോറുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. എങ്ങനെയാണ് ഇത്രയും ക്രിട്ടിക്കൽ റിവ്യൂ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ ഹൊറർ എലമെൻറ്റ്സ് നോക്കിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നല്ലപോലെ ഡിസപ്പോയിൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. പകരം നല്ലൊരു കഥയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്നതെങ്കിൽ ഈ സിനിമ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.